ഒരു വീട് ഷിഫ്റ്റിങ്ങിൻ്റെ തിരക്കായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് 2 ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം ഇതുവരെയുള്ള വീഡിയോസ്, അതായത് നമ്മൾ എക്കണോമിക്സ്, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തല്ലേ. അപ്പം ഇന്ന് നമ്മൾ ബയോളജിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്മാർട്ട് PSCയുടെ ആപ്പിൽ പുതിയ കമ്പനി ബോർഡ് LGS ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1200 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. അത് ഒരുമിച്ച് അടയ്ക്കാൻ പറ്റാത്തവർക്ക് 600 രൂപ വീതം 2 തവണ അടയ്ക്കാനും കഴിയും. ഓക്കെ, താല്പര്യമുള്ളവർ ആ കോഴ്സ് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം കേട്ടോ. ശരി, നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ്. നമ്മുടെ സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഇൻഡയറക്റ്റ്ലി ഉള്ളൊരു ചോദ്യമാണിത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല, അല്ലേ? സെറിബെല്ലത്തിലാണ് തകരാറ് സംഭവിച്ചതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീര തുലനനില പാലിക്കപ്പെടത്തില്ല. കാരണം ശരീര തുലനനിലയെ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഉറപ്പാക്കുന്നത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് സെറിബ്രമാണ്, അല്ലേ? സെറിബ്രമാണ് ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഉറപ്പാക്കുന്നത്. ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം നടപ്പാക്കുന്നത്. ഇവിടെ ഇല്ലാതാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം നടപ്പിലാക്കുന്നത് സെറിബ്രമാണ്. ഹൃദയസ്പന്ദനം, അതായത് ഹൃദയസ്പന്ദനം അല്ലെങ്കിൽ ഈ നമ്മുടെ ശ്വാസോച്ഛ്വാസം അങ്ങനെ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്, അല്ലേ? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഈ ഹൃദയസ്പന്ദനം തുടങ്ങിയ അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഓർമ്മയ്ക്ക് തകരാറ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓർമ്മയുമായി ബന്ധപ്പെട്ടതും തന്നെയാണ് കുട്ടികളെ, സെറിബ്രം തന്നെയാണ്, അല്ലേ? സെറിബ്രം തന്നെയാണ്. ഓർമ്മയുമായി ബന്ധപ്പെട്ടതും സെറിബ്രമാണ്. ഓക്കെ, അപ്പൊ ശരീര തുലനനിലയാണെങ്കിൽ സെറിബെല്ലമാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞ പോയിന്റുകൾ നോക്കിയിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ. അത് തന്നെയാണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വാൾട്ടർ ജി റോസൺ ആണ്. ഓക്കെ, ജീവശാസ്ത്രത്തിന്റെ പിതാവ് ജോൺ റേ തെറ്റാണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിലാണ് കേട്ടോ. അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി, അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, ജോൺ റേയുടെ ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ജോൺ റേയുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാറുണ്ട് PSC. സ്പീഷീസ് കേട്ടോ. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ജോൺ റേ ആണ് കേട്ടോ. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ജോൺ റേ ആണ്. അതവിടെ താഴെ കണ്ടോ, ആ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് ആരാ കുട്ടികൾ? അത് ജോൺ റേ ആണ് കേട്ടോ. ജോൺ റേ ആണ് ആദ്യമായിട്ട് ആ പദം ഉപയോഗിച്ചത്. വർഗീകരണ ശാസ്ത്രത്തെ നമ്മൾ ടാക്സോണമി എന്നാണ് പറയുന്നത്. ടാക്സോണമിയുടെ പിതാവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമിയുടെ പിതാവ് കാൾ ലിനേയസ് ആണ് കേട്ടോ. കാൾ ലിനേയസ് ആണ് വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമിയുടെ പിതാവ്. കാൾ ലിനേയസ് ആണ്. ചരകൻ ആരെന്ന് കേട്ടാൽ ചരകൻ ആയുർവേദത്തിന്റെ പിതാവാണ്. ആസ് പെർ SCERT ആയുർവേദത്തിന്റെ പിതാവാണ് ചരകൻ. വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമിയുടെ പിതാവ് കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ് ആണ് വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമിയുടെ പിതാവ്. ഓക്കെ, അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം. ഇതിപ്പോൾ നമുക്ക് അസ്ഥിയുമായി ബന്ധപ്പെട്ട് പുതിയ SCERT നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരു ചോദ്യമാണിത്. അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഇതിൽ ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ പെരിയോസ്റ്റിയം ആണ് കേട്ടോ. പെരിയോസ്റ്റിയം. അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതെന്ന് കേട്ടാൽ പെരിയോസ്റ്റിയമാണ്. നമുക്ക് ഈ ഓസ്റ്റി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ഗസ് ചെയ്തെടുക്കാം. കാരണം അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജിയാണ്, അല്ലേ? അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജിയാണ്. അത് വെച്ചിട്ട് നമുക്ക് ഓസ്റ്റി എന്ന വാക്കെടുത്ത് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുക. അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതെന്നാണ് ചോദ്യം. ആൻസർ പെരിയോസ്റ്റിയമാണ്. അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏതാ കുട്ടികളെ? ഓസ്റ്റിയോളജിയാണ് കേട്ടോ. ഓസ്റ്റിയോളജി. മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. അതായത് നമ്മളെ കുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. കുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് K ആണ് കേട്ടോ. K ആണ്. വൈറ്റമിൻ K ആണ് കുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ. ഈ വൈറ്റമിൻ K നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ കരളിന്റെ ആരോഗ്യമുണ്ടല്ലോ, കരളിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ചോദിച്ചാലും ഏതാണ്? വൈറ്റമിൻ K ആണ്. കരളിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ K ആണ്. അതുപോലെ തന്നെ നമ്മുടെ കൊയാഗുലേഷൻ വൈറ്റമിൻ കേട്ടോ. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് K ആണ്. ക്യാബേജ് കേട്ടോ, ക്യാബേജിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാലും K ആണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
കരളിന്റെ ആരോഗ്യം, കൊയാഗുലേഷൻ വൈറ്റമിൻ, ക്യാബേജിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ കെ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ശാസ്ത്രീയ നാമം നമുക്കറിയാം, ഫില്ലോക്വിനോൺ ആണ് അല്ലെ, ഫില്ലോക്വിനോൺ ആണ് ഈ പറയുന്ന വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം. ഓക്കെ, കെ ഫോർ കിടക്കുക, പില്ലോയിൽ കിടക്കുക, പില്ലോയിൽ കിടക്കുക. അപ്പം ഫില്ലോക്വിനോൺ വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം. അതുപോലെ ഈ വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗമാണ് ഹെമറേജ് എന്ന് പറയുന്നത്. ഹെമറേജ് വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിനെ ആന്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. ആന്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിൻ എന്നിട്ട് വൈറ്റമിൻ കെ ആണ് കേട്ടോ. അടുത്ത ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ് കേട്ടോ. ഇത് നമുക്കറിയാം, സ്ഥിരമായിട്ട് ഈ രോഗാണു അല്ലെങ്കിൽ രോഗം പരത്തുന്ന സൂക്ഷ്മജീവി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ അതില് റയറായിട്ടൊരു ചോദ്യം വരുന്നതാണ് ഈ മഞ്ഞപ്പനി എന്ന്. സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ചോദിക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷനാണ് മഞ്ഞപ്പനി എങ്ങനെയാണ് പകരുന്നതെന്ന്. മഞ്ഞപ്പനി വൈറസ് രോഗമാണ് കേട്ടോ. മഞ്ഞപ്പനി വൈറസ് രോഗമാണ്, ഓർത്തിരിക്കുക. മഞ്ഞപ്പനിക്ക് കാരണം വൈറസ് ആണ് കേട്ടോ. അടുത്ത്, കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെട്ട പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ വയോമധുരമാണ് കേട്ടോ. വയോമധുരം, അതായത് സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെട്ട പ്രായമായ പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്ന എന്തിനെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തില് നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവുണ്ടല്ലോ, അതായത് ഷുഗറിന്റെ അളവ് കണ്ടെത്താനാണ് അല്ലെങ്കിൽ പരിശോധിക്കാനാണ് ഈ പറയുന്ന ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയുടെ പേര് വയോമധുരം എന്നാണ്. ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയുടെ പേര് വയോമധുരമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനമാണ് ചോദ്യം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇതൊക്കെ പുതുതായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ആര് കമന്റ് ചെയ്യാൻ നോക്കാം. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരെന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. ഓക്കെ, കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. കാർഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം അല്ലെ, ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തെയാണ് കാർഡിയോളജി എന്ന് പറയുന്നത് അല്ലെ. കണ്ണുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഓഫ്താൽമോളജി എന്ന് പറയും കേട്ടോ. കണ്ണുമായി ബന്ധപ്പെട്ടത് ഓഫ്താൽമോളജി ആണ്. മസ്തിഷ്കമാണെങ്കിൽ ഫ്രിനോളജിയാണ്. ചെവിയാണെങ്കിൽ ഓട്ടോളജിയാണ്. അപ്പൊ ചെവി ഓട്ടോളജി, മസ്തിഷ്കം ഫ്രിനോളജി, കണ്ണാണെങ്കിൽ ഓഫ്താൽമോളജി. ഇത് പഠിക്കുക എളുപ്പമാണ് അല്ലേ. ഓക്കെ, ഓർത്തിരിക്കുക. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതെന്നാണ്? വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രധാന രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും കേട്ടോ. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ, ഈ മയോപ്പി എന്താണെന്ന് അറിയോട്ടില്ലേ? മയോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സൈറ്റ് ആണ് കേട്ടോ. നമ്മുടെ ഹ്രസ്വദൃഷ്ടി ഉണ്ടല്ലോ, ഹ്രസ്വദൃഷ്ടിയാണ് നമ്മൾ മയോപ്പിയ എന്ന് പറയുന്നത് കേട്ടോ. മയോപ്പിയ ഹ്രസ്വദൃഷ്ടിയാണ്. വർണ്ണാന്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രോഗമാണ് എന്ന് പറയുന്നത് വർണ്ണാന്തത എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഡാൾട്ടനിസം എന്നൊക്കെ പറയുന്ന രോഗം വർണ്ണാന്തതയാണ്. ഓക്കെ, ഗ്ലോക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണില് മർദ്ദം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. ഏത് കുട്ടികളെ? ഗ്ലോക്കോമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം പഠിക്കാനുള്ളത് തന്നെയാണ്. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം നിശാന്തതയാണ്. ഹ്രസ്വദൃഷ്ടിയാണ് മയോപ്പിയ എന്നറിയപ്പെടുന്നത്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗമാണ് വർണ്ണാന്തത. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിൽ മർദ്ദം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ന് പറയുന്നത് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഈ അക്വസ് ദ്രവം ഉണ്ടല്ലോ കുട്ടികൾ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അക്വസ് ദ്രവത്തിന്റെ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ന് പറയുന്നത് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ വർണ്ണാന്തത അല്ലെങ്കിൽ ഡാൾട്ടനിസം ബാധിച്ചവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത
പ്രാഥമിക നിറങ്ങൾ ഏതൊക്കെയാണ്, പ്രാഥമിക നിറങ്ങളിൽ ഏതൊക്കെയാണ് തിരിച്ചറിയാൻ കഴിയാത്തത് എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, നമുക്ക് നോക്കാം ആർക്കൊക്കെ അറിയാമെന്ന്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് എന്നാണ്. ഓക്കെ, ജീവിതശൈലി രോഗം അല്ലാത്തത്: പ്രമേഹം ജീവിതശൈലി രോഗമാണ്. ഫാറ്റി ലിവർ, നമ്മുടെ കരളിൽ കൊഴുപ്പടിഞ്ഞ് ഓടുന്ന രോഗം ജീവിതശൈലി രോഗമാണ്. പക്ഷാഘാതം ജീവിതശൈലി രോഗമാണ്. ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരമ്പര്യ രോഗമാണ് കേട്ടോ. പാരമ്പര്യ രോഗമാണ് ഹീമോഫീലിയ. മനസ്സിലായ? ഹീമോഫീലിയ ഒരു പാരമ്പര്യ രോഗമാണ്, അല്ലെങ്കിൽ ഒരു ജനിതക രോഗമാണ്. അതൊരു ജീവിതശൈലി രോഗമല്ല. ഓക്കെ, നമുക്ക് ജീവിതശൈലി രോഗമല്ലാത്തല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും കുട്ടികളെ? ഹീമോഫീലിയ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കി. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, റേച്ചൽ കഴ്സൺ ആണ്. റേച്ചൽ കഴ്സൺ ആണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത്. ഈ പുസ്തകം 1962 പുറത്തിറങ്ങിയത്. ഈ പുസ്തകത്തിൽ DDT കീടനാശിനിയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതായത് DDT കീടനാശിനിയുടെ ദോഷവശങ്ങളെക്കുറിച്ച്. അതേ തുടർന്ന് 1972 ഇന്ത്യയിലല്ല അമേരിക്കയിൽ എന്ത് ചെയ്തു കുട്ടികളെ? DDT നിരോധിക്കുകയുണ്ടായി. ഇതെല്ലാം നിങ്ങൾക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇതെല്ലാം ചോദിക്കുന്നുമുണ്ട്. അപ്പം നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റേച്ചൽ കഴ്സൺ ആണ്. 1962 ഈ പുസ്തകം പുറത്തിറങ്ങുകയും ആ പുസ്തകത്തിലെ DDT പരാമർശത്തെ അല്ലെങ്കിൽ DDTയുടെ ദോഷങ്ങളെ കുറിച്ചുള്ള പരാമർശത്തെ തുടർന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും 1972 DDT നിരോധിക്കുന്ന ഒരു തലത്തിലേക്ക് വരെ എത്തുകയും ചെയ്തു. ഓക്കെ, കൊള്ളാം. മനുഷ്യശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതെന്നാണ്? മനുഷ്യശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമിലാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമേറിയ അസ്ഥി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അസ്ഥി അത് താടിയെല്ലാണ് കേട്ടോ. ഏറ്റവും കാഠിന്യമേറിയ അസ്ഥി താടിയെല്ലാണ്. താടിയെല്ല് നമ്മൾ അതിനെ മാൻറ്റിബിൾ എന്ന് പറയും കേട്ടോ. മാൻറ്റിബിൾ, ഏറ്റവും കാഠിന്യമേറിയ അസ്ഥി മാൻറ്റിബിൾ അല്ലെങ്കിൽ താടിയെല്ലാണ്. ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഇനാമിലാണ്. ഇനാമിൽ നമ്മളെ പല്ലിൽ കാണുന്ന ആ ഒരു വെളുത്ത ഭാഗം കൊണ്ടല്ല, പുറമേ കാണുന്ന വെളുത്ത ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ഏതെന്നിട്ട് ഫ്ലൂറിനാണ് മൂലകം കേട്ടോ. ഫ്ലൂറിനാണ് മൂലകം. ഓക്കെ, ഏതിനം ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഞാൻ കഴിഞ്ഞ വർക്കൗട്ടിന്റെ ലാസ്റ്റ് ഇത് പറഞ്ഞായിരുന്നു. വർക്കൗട്ടിനല്ല, കഴിഞ്ഞ SCERT ക്ലാസ്സിന്റെ. ഓക്കെ, ലിംബോസൈറ്റ് ആണ്. ലിംബോസൈറ്റിനെ ബാധിച്ചാണ് HIV വൈറസ് പെരുകുന്നത് കേട്ടോ. ഓക്കെ, മനുഷ്യത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്. എന്നാൽ യൂറിയ പുറന്തള്ളുന്നത് വൃക്ക. യൂറിയ പുറന്തള്ളുന്ന അവയവം വൃക്കയാണ്. യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്. അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിഷവാതകമായിട്ടുള്ള അമോണിയ ജലത്തോടൊപ്പവും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിച്ചാണ് ഈ നമ്മുടെ സസ്തനികളുടെ പ്രധാന വിസർജന വസ്തുവായിട്ടുള്ള യൂറിയ രൂപം കൊള്ളുന്നത് കേട്ടോ. അപ്പം യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിലും യൂറിയ പുറന്തള്ളുന്ന അവയവം വൃക്കയുമാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം, ഇത് നമുക്ക് സ്ഥിരം ചോദിക്കുന്നു. പഠിച്ചു വെച്ചാൽ ഒരു മാർക്ക് ചുമ്മാ നിങ്ങൾക്ക് വീണോളും. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം പ്രിയങ്ക ആണ്. പ്രിയങ്ക പാവൽ. ഇത്ര തവണ നൽകുമോ PSC ചോദ്യം റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷ വർഷം. ചെറുധാന്യ വർഷം 2023 ആണ്. എന്നാൽ പയറ് വർഗ വർഷം 2016 ആണ്. പയറ് വർഗം 2016, ചെറുധാന്യം 2023. എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള മൂന്നാമത്തെ ചോദ്യം ഒട്ടക വർഷം ഏതെന്ന് കമന്റ് ചെയ്യുക. പ്രീവിയസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ഈ കാരുണ്യയുടെ നിങ്ങൾ ഇത് പഠിച്ചോണേ. KASP അതിന്റെ പൂർണ്ണരൂപം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ്. അത് തന്നെ ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഈ കാരുണ്യ പദ്ധതിക്ക് വേണ്ടിയിട്ട് ദരിദ്രരും ദുർബലരായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇമ്പോർട്ടൻ്റ്, നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ബയോളജിയിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മളിവിടെ നോക്കിയത്. ഇതുപോലെ ഓരോ വിഷയം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, കറണ്ട് ബേസും ഉടനെ തന്നെ നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കറണ്ട് ബേസ് റിവിഷനും കൃത്യമായി ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്തൊരു ക്ലാസ് വീണ്ടും കാണാം. ബൈ.